നമസ്തേ. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല മാർച്ച് 13-നാണ്. എല്ലാ ഭക്തരും അതിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമല എന്ന് വിശ്വവിഖ്യാതമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ജാതിമത ഭേദമന്യേ എല്ലാ ഭക്തർക്കും ദേവിക്ക് പൊങ്കാല സമർപ്പിക്കാം. അവിടെ വലിപ്പച്ചെറുപ്പമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. ഉത്സവത്തിൻ്റെ 9-ാം ദിവസം കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് പൊങ്കാല ആഘോഷിക്കുന്നത്. പുതിയ മൺകലത്തിലാണ് പൊങ്കാല സമർപ്പിക്കേണ്ടത്. ശരീരമാകുന്ന മൺകലത്തിൽ ഭൗതിക മോഹങ്ങളാകുന്ന ഉണക്കലരി തിളച്ചു പൊങ്ങി ഉണ്ടാകുന്ന പൊങ്കാല ദേവി സ്വീകരിക്കുന്നതോടുകൂടി ഭക്തർ പാപവിമുക്തർ ആകുന്നു എന്നാണ് സങ്കല്പം. ഈ വർഷം മാർച്ച് 13-ന് 10:30-നാണ് ഭണ്ഡാര അടുപ്പിൽ അഗ്നി കൊളുത്തുന്നത്. ഉച്ചയ്ക്ക് 1:15-നാണ് പൊങ്കാല നിവേദ്യം. പൊങ്കാല ദിവസം രാത്രി 11:30 മണിക്ക് പുറത്തേക്കുള്ള എഴുന്നള്ളത്ത് പോയി പിറ്റേ ദിവസം ഉച്ചയോടുകൂടി തിരിച്ചെത്തും. രാത്രി 1 മണിയോടുകൂടി ഗുരുതിയോടുകൂടി ഉത്സവ ചടങ്ങുകളെല്ലാം സമാപിക്കും. സാധാരണ 9 ദിവസം വ്രതം എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 7 ദിവസമെങ്കിലും എടുക്കുന്നത് അത്യുത്തമമാണ്. ഒരു നേരം അരിയാഹാരവും രാവിലെയും വൈകിട്ടും ഫലമൂലാദികളോ ഒക്കെ കഴിക്കാം. ദേവിയിൽ മനസ്സർപ്പിച്ച് പൊങ്കാലയിടുക. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഫലം അമ്മ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കോടി വസ്ത്രമോ ശുദ്ധമായ വസ്ത്രമോ ധരിച്ച് പൊങ്കാലയിടുക. പൊങ്കാലയ്ക്ക് ഗണപതി ഒരുക്ക് വെക്കുക. ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി പൊങ്കാലയിടുക. ദേവിയെ ധ്യാനിച്ചുകൊണ്ട് പൊങ്കാല നിവേദ്യം അർപ്പിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. ഈ മന്ത്രമോ അല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നുള്ള മന്ത്രങ്ങൾ ചൊല്ലി പൊങ്കാലയിടുക. ഇനി പൊങ്കാല തിളച്ച് കിഴക്ക് ദിക്കിലേക്കാണ് ആദ്യം കാണുന്നതെങ്കിൽ ഉദ്ദേശഫലം പെട്ടെന്നുണ്ടാകും എന്നാണ് വിശ്വാസം. അതുപോലെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരം, അതായത് കടുംപായസമാണ്. ആറ്റുകാലമ്മയ്ക്ക് ആദ്യം നിവേദിച്ചതും കടുംപായസമാണ്. അതുകൊണ്ട് കടുംപായസത്തിൽ പെട്ടെന്ന് ദേവി പ്രീതി നേടാം എന്നാണ് പറയുന്നത്. അതുപോലെ വെള്ളച്ചോറ്, തെരളി, അട, അപ്പം ഇതെല്ലാം ദേവി പ്രീതിക്ക് വളരെയധികം അനുഗ്രഹമാണ്. ചിലരൊക്കെ 101 കലം പൊങ്കാലയൊക്കെ നേർച്ച പറയാറുണ്ട്. അത്രയും പൊങ്കാല ഇടാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ 11 കലം ഇടുക. അങ്ങനെ കുറേശ്ശെ ഇട്ട് പൊങ്കാലയെല്ലാം അർപ്പിച്ച് അതിൽ നിന്നും കുറച്ച് നമുക്കും കഴിക്കാം. എങ്കിലും വ്രതം മുറിക്കുന്നത് പിറ്റേ ദിവസം നേദിച്ച തീർത്ഥം കഴിച്ചു വേണം വ്രതം മുറിക്കുവാൻ. അപ്പോഴാണ് ആ പൊങ്കാലയ്ക്ക് ഒരു പൂർണ്ണത വരുന്നത്. പൊങ്കാല നിവേദിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ അമ്മേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇനി പൊങ്കാല ബാക്കി വന്നാൽ എല്ലാവർക്കും കൊടുത്തു തീർക്കുക. അഥവാ ബാക്കി വന്നാൽ ജലാശയത്തിൽ ഒഴുക്കിക്കളയുക. ഒരു കാരണവശാലും ചവിട്ടിത്തേക്കരുത്. അതുപോലെ താലപ്പൊലിയും കുത്തിയോട്ടവും ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വഴിപാടുകളാണ്. കുത്തിയോട്ടം വഴിപാട് ആൺകുട്ടികളെ കിട്ടാനും താലപ്പൊലി വഴിപാട് പെൺകുട്ടികളെ കിട്ടാനും വേണ്ടിയാണ് എന്നും വിശ്വസിക്കുന്നു. ചിലരൊക്കെ സാരി അമ്മയ്ക്ക് സമർപ്പിക്കാറുണ്ട്. വിവാഹ തടസ്സങ്ങൾക്ക് അത്യുത്തമമാണ്. അങ്ങനെ സാരി സമർപ്പിച്ചാൽ 1 വർഷത്തിനുള്ളിൽ അവരുടെ മാംഗല്യം നടക്കാറുണ്ട്. അത് ആറ്റുകാലമ്മയുടെ അനുഗ്രഹമാണ്. പിന്നെ കുങ്കുമാഭിഷേകം നടത്തുന്നത് ഐശ്വര്യത്തിനും അഭിഷ്ടസിദ്ധിക്കും കാര്യസിദ്ധിക്കും എല്ലാത്തിനും വളരെ വിശേഷമാണ്. കുങ്കുമാഭിഷേകത്തോടു കൂടിയാണ് പന്തീരടി പൂജ ആരംഭിക്കുന്നത്. ആറ്റുകാലമ്മയുടെ പ്രധാന ദിവസങ്ങൾ ചൊവ്വ, വെള്ളി, ഞായർ. പിന്നെ കാർത്തിക നക്ഷത്രം വളരെ പ്രധാനമാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ തുടക്കം തന്നെ കുംഭമാസത്തിലെ കാർത്തികയുടെ അന്നാണ്. എല്ലാ കാർത്തിക നക്ഷത്രത്തിൻ്റെ അന്നും ലക്ഷാർച്ചനയുണ്ട്. അമ്മയ്ക്ക് 5 നിവേദ്യങ്ങൾ 5 സ്വർണ്ണപാത്രത്തിൽ, അതായത് 5 സ്വർണ്ണ ഉരുളിയിലാണുള്ളത്. വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഈ വിശേഷാൽ ഉള്ള നിവേദ്യമുള്ളൂ. ഈ വർഷത്തെ പൊങ്കാല ഇടുന്ന എല്ലാ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടായി എല്ലാ ആഗ്രഹങ്ങളും അമ്മ നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.